എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ കേക്കിന് ഓർഡർ വന്നപ്പോൾ ജിൻസിയോട് ഞാൻ പറഞ്ഞു ഇതേ കളർ തന്നെ കിട്ടുമെന്നോ ഇതുപോലെ തന്നെ കേക്ക് ഇരിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയില്ല കേട്ടോ, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാമെന്ന്. അപ്പോൾ ജിൻസി പറഞ്ഞു ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട്, എനിക്കറിയാം, പിന്നെ ഇതുപോലെ തന്നെ വന്നില്ലെന്ന് ഓർത്തൊരു കുഴപ്പമില്ല, ഞങ്ങളും മനുഷ്യരൊക്കെ അല്ലേ. എന്തായാലും നല്ലൊരു സമാധാനത്തോടെയാണ് കേട്ടോ കേക്ക് ചെയ്ത് തുടങ്ങിയത്. എനിക്കറിയാവുന്ന ആളുകളാണ്, ഞങ്ങൾ ഫാമിലി നന്നായി അറിയാവുന്നതാണ്. എന്നാലും നമ്മൾ പറയാനുള്ളത് പറയണമല്ലോ, കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷയുണ്ട്. ഓരോ ഫോട്ടോസ് കണ്ടു കഴിയുമ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടി ഇരുന്നിട്ട് അതുപോലെ അല്ലല്ലോ എന്നൊരു വിഷമം പിന്നീട് തോന്നരുത്. അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ്ഡ് ഡിസൈൻ തരുന്ന എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയാറുണ്ട്. ഇതൊരു 1 kg ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ 6 ഇഞ്ചിൽ ചെയ്തിട്ട് 6 ലെയർ വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂബി പിങ്ക് ആണ് കേട്ടോ ഞാൻ താഴ്ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കളർ. അപ്പോൾ അതേ കളർ തന്നെ ആ വൈറ്റ് ക്രീമിലേക്ക് ഒരു അല്പം ആഡ് ചെയ്തിട്ടാണ് ടോപ്പ് പോർഷനിലെ ക്രീമും ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബീഡ്സ് പെറുക്കി വെക്കൽ അത്ര എളുപ്പമല്ല കേട്ടോ, കുറേ സമയം എടുക്കുന്ന പരിപാടിയാണ്. പിന്നെ ഇനി ഗ്ലൗസ് ഇടാതെ കൈകൊണ്ട് ബീഡ്സ് പെറുക്കി വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആരും പൊങ്കാല ഇടാൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്ലൗസ് ഇട്ടാണ് ബീഡ്സൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വലിയ ബീഡ്സ് ഒന്നും പ്ലക്കറും കൊണ്ട് എടുത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയ ബീഡ്സൊക്കെ കുറേ പ്ലക്കറും കൊണ്ട് എടുത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.